ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഇത് ഒരു പോളി പറയുന്ന ഒരു സ്വീറ്റാണിത്. അധികം ഇത് തമിഴ്നാട്ടിലും കർണാടകയിലെല്ലാം കിട്ടും. കേരളത്തിൽ ഉണ്ടോയെന്ന് അറിയില്ല. ഇത് പോളി എന്നും പറയും, പിന്നെ ഉപ്പിട്ട് എന്ന് അറിയാം. പിന്നെ അപ്പോൾ ഇതിന് വന്നിട്ട് ഒരു 1.5 കരണ്ടി കടലക്കപ്പരിപ്പ്. ഇത് വന്ന് മൈദയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോലെ കുഴക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരിയല്ല, കുറച്ച് പറ്റുന്ന പോലെ ഉണ്ടാവണം. അങ്ങനെ ഇതിപ്പോൾ കടലപ്പരിപ്പ് പൊതിർത്തൊന്നും വേണ്ട, കഴുകിയിട്ട് അങ്ങനെ കുക്കറിലിട്ട് വേവിച്ചേക്ക്. ഒരു 4 വിസിൽ വിട്ടിട്ട് എടുത്തേക്ക്. അപ്പോൾ ഇത് മൈദ കുഴച്ചിട്ട് അവിടെ വെച്ച് അതിൻ്റെ ശേഷം നമുക്ക് ഈ കടലപ്പരിപ്പിൽ ഉണ്ടാക്കുന്ന ഇത് ചെയ്യണം. അത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് മഞ്ഞളും ഉപ്പും എല്ലാം ഇട്ടിട്ട് കുഴച്ചവിടെ വെച്ച്. ഇപ്പോൾ കടലപ്പരിപ്പ് വെന്തിക്കാൻ നോക്കാം. നമുക്ക് കുക്കർ തുറന്ന് ഇങ്ങനെ പൊട്ടിയാൽ മതി. ഭയങ്കര ഉടയാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ഉണ്ടാകണം. അങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊടിയാകണം. പൊടിയായാലാണ് അത് ശരിക്ക് ഈ വേവ് മതി. അപ്പോഴാണ് മിക്സിയിലിട്ടിട്ട് നമുക്ക് ശരിക്കും അതിനെ അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിനെ വെള്ളമെല്ലാം വാർത്തെടുത്തിട്ട് വെള്ളമില്ലാണ്ട് മിക്സിയിലിട്ടേക്ക്. എന്നിട്ട് ഒരു 2 പൊടി ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഭയങ്കര നൈസായിട്ട് അരയ്ക്കാൻ പാടില്ല, ഇത്രയും ഇതാകാൻ പാടുള്ളൂ. എന്നിട്ട് പിന്നെ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു 2 കരണ്ടി, നിങ്ങൾക്ക് എത്ര വേണ്ടി മധുരത്തിനനുസരിച്ചിട്ട് ഒന്നെങ്കിൽ 1. അപ്പോൾ ഇതിന് ഞാൻ 1 എടുത്തിട്ടുണ്ടത്. 1 കരണ്ടി ഇതും പിന്നെ കടലക്കപ്പരിപ്പും അത് ഇട്ടിട്ട് ഈ വെല്ലം വന്നിട്ട് നിങ്ങളൊന്ന് ആദ്യം നോൺ സ്റ്റിക്ക് ചൂടാക്കിയതിൻ്റെ ശേഷം വെല്ലം ഇട്ടിട്ട് അടുപ്പ് കെടുത്തിക്കാളി. എന്നിട്ട് അതിൻ്റെ ശേഷം ഈ കടലപ്പരിപ്പ് ഇട്ട് അതിൽ കുറച്ച് ഉപ്പ്, കുറച്ച് ഏലക്കപ്പൊടി, 1 സ്പൂൺ ഏലക്കപ്പൊടിയോ ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം അത് ചൂടാറിയതിൻ്റെ ശേഷം ഇതുപോലെ ലഡു പോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുത്തോ. ഇതിപ്പോൾ ഓയിലാണ്. എന്നിട്ട് നമ്മളൊരു ഓയിലിൻ്റെ കവർ എടുത്തിട്ട് അതിലേക്ക് ഈ കലക്കി വെച്ച മൈദ ഇല്ലേ, അതൊരു പിടി ഒരു ചെറിയ ഉരുണ്ട പോലെ എടുത്തോ. നല്ലോണം ഓയിലിൽ കൈ ഇടയ്ക്കിടയ്ക്ക് മുക്കിയിട്ടിരിക്കണം കേട്ടോ. കൈമ എപ്പോൾ എണ്ണ പസണ്ടാണ്, എന്നാലേ ഇത് നമുക്ക് പറ്റാണ്ട് കിട്ടും, അല്ലെങ്കിൽ എല്ലാം പറ്റിപ്പിടിക്കും. അപ്പം ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം ആ ലഡു പോലത്തെ സാധനം ഇതാക്കിയത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് 4 ഭാഗത്ത് ഇങ്ങനെ മടക്കി വിട്ടേ. എന്നിട്ട് കുറച്ചും കൂടി പിന്നെ എണ്ണ കയ്യിൽ തൊട്ടോ, കൈമ ഏത് സമയം എണ്ണ ഉണ്ടാണ് ഓയിലാക്കിയിട്ടേ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ഭൂരി പോലെ നല്ലോണം ഒന്ന് അമർത്തി കൊടുത്തേക്ക്. അങ്ങനെ നല്ല പ്രസ് ചെയ്തിട്ട് തിരിച്ചിട്ടോ. ഒരേ ഭാഗത്ത് വെക്കുമ്പോൾ അത് പറ്റി പിടിക്കും. ഇപ്പോൾ എണ്ണൻ്റെ കവറിൽ ഇങ്ങനെ പറ്റിയിരുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം പിന്നെ നാട്ടിലെല്ലാം വാഴ ഇല കിട്ടുമല്ലോ, അതോ അല്ലെങ്കിൽ കവറ് എന്തായാലും ശരി, അതിലിങ്ങനെ വെച്ചിട്ട് നല്ലോണം ഒരു ചെറിയ ഭൂരി പോലെ ആക്കിയിട്ട് നമ്മൾ ഈ ഓടില്ല, ചപ്പാത്തി ചുടുന്ന നോൺ സ്റ്റിക്ക് എന്തുണ്ടെങ്കിലും ശരി, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഇട്ടേക്ക്. ഈ ഭൂരി പോലെ പരത്തി തന്നെ ഇട്ടിട്ട് ലേശം എണ്ണ ഒഴിച്ച് കൊടുത്ത സൈഡിലെല്ലാം. അപ്പോൾ ഇത് 2-3 ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. ഒന്ന് നല്ലെണ്ണം അമത്തിയാൽ മതി. അമത്തിയിട്ട് മെല്ലണം ആ മാവ് ഇത് ഉള്ളിൽ നിന്ന് പുറത്ത് വരരുത്. ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. പണ്ടം വന്നിട്ട് ഉള്ളിലുണ്ടാണ് മൈദ മേലെ. അപ്പം മൈദ വേകുന്ന അളവിന് ഇത് ഇവിടെ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ കുറച്ച് ഇതാക്കിയാൽ മതി ഈ ചൂട്ടിന്. ഉണ്ട് ഞാൻ അതുപോലെ എല്ലാം നമ്മളിട്ടിട്ട് ചുട്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കണം. അപ്പോൾ ഇതെല്ലാം ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഈസിയാണ്, നിങ്ങൾക്ക് കുറേ പണിയൊന്നുമില്ല, ചെറിയ പണി. ഇന്നൊരിക്കൽ ഞാൻ തേങ്ങ കൊണ്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ വെറും വെല്ലമും കടലക്കപ്പരിപ്പും പിന്നെ ഇതാട്ടുക ഏലക്കപ്പൊടിയും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്ക്. ബൈ, താങ്ക് യു.